നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടായ കാണിക്കയായി ലഭിച്ച അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച് കടത്തിയ സംഭവം അത് വലിയ വിവാദങ്ങൾ വീണ്ടും സൃഷ്ടിക്കുകയാണ്. അയോധ്യയിൽ കാണിക്കയായി ലഭിച്ച സ്വർണവും വെള്ളിയും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ അവിടുത്തെ ചില ജീവനക്കാർ മോഷ്ടിച്ച് കടത്തുകയായിരുന്നു. 8 പേരാണ് ഈ മോഷണത്തിൽ പങ്കുള്ള ജീവനക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആദ്യം ആരോപണങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ഉയർന്നത്. ചില യൂട്യൂബേഴ്സും മറ്റും ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർത്തുന്നു. അതിനുശേഷം ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ആരോപണം ഏറ്റെടുക്കുന്നു. അതിനുശേഷമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇക്കാര്യത്തിൽ സർക്കാരിനോട് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത്. ഈ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ഷേത്ര ട്രസ്റ്റ് ആദ്യം നിഷേധിച്ചു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ട്രസ്റ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിലാണ് ഇപ്പോൾ 8 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ 8 പേരാണ് ഈ കാണിക്കയായി ലഭിക്കുന്ന അമൂല്യ വസ്തുക്കൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇവരാണ് അറസ്റ്റിലായതിൽ 8 പേരിൽ ഒരാൾ, അതായത് ക്ഷേത്ര ജനറൽ സെക്രട്ടറിയുടെ ഡ്രൈവർ അടക്കമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ് രാജിവെക്കുന്നത്. ചമ്പത് റായ് രാജിവെച്ചിട്ടുണ്ട് എങ്കിലും ചമ്പത് റായിക്കെതിരെ കേസുകളൊന്നും നിലവിലില്ല. 8 പേരെയാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 8 പേർ കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ വസ്തുവകകൾ ഈ പറയുന്ന ആളുകളിൽ നിന്നും റെയ്ഡ് ചെയ്ത് SIT സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. നിലവിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഷണത്തിൽ ട്രസ്റ്റ് അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, ഈ പറയുന്ന ചമ്പത് റായിക്ക് പോലും എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് കേസ് അന്വേഷണം നടന്നു വരികയാണ്. ഇതുവരെയും ചമ്പത് റായിയെ കേസുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ 8 ജീവനക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ജീവനക്കാർ നാടിന് മൊത്തം നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ അയോധ്യ നിവാസികൾ തന്നെ പറയുന്നത്. അയോധ്യയിലെ അഭിഭാഷകർ ആരും തന്നെ ഈ 8 പേരുടെയും കേസിൻ്റെ വക്കാലത്തെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഫൈസാബാദ് ബാർ അസോസിയേഷനാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അയോധ്യ ക്ഷേത്ര കൊള്ളക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആർക്കും ജാമ്യാപേക്ഷ നൽകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമസഹായത്തിനോ ഫൈസാബാദ് ബാർ അസോസിയേഷനിൽ നിന്നും ആരും എത്തില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ ഫൈസാബാദ് ബാർ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയും നൽകിയിരിക്കുന്നത്. അതായത് ഈ 8 പേർ അയോധ്യയിലെ ജനങ്ങളെ തന്നെ നാണം കെടുത്തിയവരാണ്. അയോധ്യ ശ്രീരാമ ക്ഷേത്രം എന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളും ഒരു തീർത്ഥാടനത്തിനായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 500-ലധികം വർഷങ്ങൾ പോരാടിയതിനു ശേഷമാണ് ആ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ലഭിച്ചത്. 2019 ഇത് സംബന്ധിക്കുന്ന വിധി ഉണ്ടാകുന്നത്. ആ വിധി വന്നതിന് ശേഷം 2022 തറക്കല്ലിടുകയും 2024 ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തിയതുമായ ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രം. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ഇതുവരെയും ദർശനം കിട്ടാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും അയോധ്യയിലേക്ക് ഈ പ്രാണപ്രതിഷ്ഠ നടന്നത് മുതൽ തന്നെ വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ശബരിമലയിൽ എത്തി തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച, ഭരണകാര്യ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയിലൂടെയാണ് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വരുന്ന അമൂല്യ വസ്തുക്കൾ കാണാതെ പോയിരിക്കുന്നത്. ഇതിൽ ഈ പ്രതികളെ റെയ്ഡ് ചെയ്ത് അമൂല്യമായ വസ്തുക്കളെയൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഭാരതത്തിന് തന്നെ അഭിമാനമായ ഒരു ക്ഷേത്രം, അത് തങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അയോധ്യ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. എന്നാൽ ഹിന്ദുക്കളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ മോഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ വെറുതെ വിടാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇവർക്ക് മാപ്പ് നൽകാനും കഴിയില്ല. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പേര് ചീത്തയാക്കുകയാണ് ഈ പറഞ്ഞ പ്രതികൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇവരുടെ വക്കാലത്ത് ഏറ്റെടുക്കില്ല എന്ന് ബാർ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇവരെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കി വിടണമെന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതായത് അഭിഭാഷകരാണ്, നിയമം അറിയാവുന്നവരാണ്, നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളാണ്. ആ ആളുകൾ തന്നെ ഇപ്പോൾ ഇവരെ ജനക്കൂട്ടത്തിന് വിട്ടുകൊടുക്കണം. അതായത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം നടത്തിയ നികൃഷ്ട ജീവികളെ ജനക്കൂട്ടത്തിന് വിട്ടുകൊടുക്കണം. പശ്ചിമ ബംഗാളിലും മറ്റുമൊക്കെ ചെയ്യുന്നത് പോലെ
ഇവരെ അവിടെ ഇട്ട് തല്ലിക്കൊല്ലണം എന്നാണ് ഈ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ പോലും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി വരികയാണ്. ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ഹിന്ദുക്കളുടെ മൊത്തം മതവികാരം വ്രണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, അവർക്ക് നിയമസഹായം നൽകില്ല, അവർക്ക് വേണ്ടി കോടതിയിലും ഹാജരാകില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഈ അവിടുത്തെ അഭിഭാഷകർ. ഹിന്ദുക്കളായിട്ടുള്ള മാത്രമല്ല എല്ലാ അഭിഭാഷകരും അതിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അവർ അയോധ്യയെ നാണം കെടുത്തി, രാമനെ അധിക്ഷേപിച്ചു, അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർക്ക് മാപ്പില്ല. ആരും തന്നെ ഇവർക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി പ്രതികളെ പുറത്തിറക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യില്ല. ആരും പ്രതികൾക്ക് വേണ്ടി ഹാജരാകില്ല എന്ന ഒരു തീരുമാനമാണ് അയോധ്യയിലെ ഫൈസാബാദ് ബാർ അസോസിയേഷൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.